നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി NTA UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെ ചോദ്യപേപ്പറുകൾ ചോർന്നത് NTA ഭാഗത്തെ സ്ഥാപന പരാജയമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. നീറ്റ്, UGC നെറ്റ്, CUET, JEE മെയിൻ എന്നിവ നടത്തുന്ന പേപ്പർ ചോർച്ചയും NTA പ്രവർത്തനവും പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതിയെ രൂപീകരിക്കുമെന്നും പ്രധാൻ പറഞ്ഞു. സർക്കാർ ഒരു ഉന്നതതല സമിതി രൂപീകരിക്കാൻ പോകുന്നു. NTA അതിന്റെ ഘടന, പ്രവർത്തനം, പരീക്ഷാ പ്രക്രിയ, സുതാര്യത, ഡാറ്റ സുരക്ഷാ പ്രോട്ടോകോൾ എന്നിവ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശുപാർശകൾ ആ ഉന്നത സമിതിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. നീറ്റ് UG 2024 പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മന്ത്രാലയം ബീഹാർ പോലീസുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യാഴാഴ്ച വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. വിഷയത്തെ രാഷ്ട്രീയവത്കരിക്കരുതെന്നും പ്രധാൻ പറഞ്ഞു. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ചില പ്രദേശങ്ങളിലെ പിഴവുകളുടെ തെളിവുകൾ കണ്ടെത്തിയതായും സുരക്ഷാ വീഴ്ചയിൽ ഉൾപ്പെട്ട എല്ലാവരെയും ശിക്ഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയതായും മന്ത്രി പറഞ്ഞു. ഉന്നതതല സമിതിയിൽ അക്കാദമിക് വിദഗ്ധർ, സാങ്കേതിക വിദഗ്ധർ, ശാസ്ത്രജ്ഞർ, മനഃശാസ്ത്രജ്ഞർ, വിദ്യാഭ്യാസ ഭരണാധികാരികൾ എന്നിവർ ഉൾപ്പെടും. അവർ NTA ഏതൊക്കെ പരിഷ്കാരങ്ങൾ നടപ്പാക്കണം എന്നതിനെ അടിസ്ഥാനമാക്കി ശുപാർശകൾ നൽകും. സമിതിയുടെ ഘടനയും അതിന്റെ ചുമതലയും ഉടൻ പരസ്യമാക്കുമെന്നും പ്രധാൻ വ്യക്തമാക്കി. ജൂൺ 18 നടത്തുകയും ജൂൺ 19 റദ്ദാക്കുകയും ചെയ്ത UGC നെറ്റ് പരീക്ഷയെക്കുറിച്ച് സംസാരിക്കവേ ചോദ്യപേപ്പർ ചോർന്നത് ഡാർക്ക് വെബിലാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതായി മന്ത്രി സമ്മതിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിൽ പ്രചരിച്ച ചോദ്യപേപ്പർ യഥാർത്ഥ ചോദ്യപേപ്പർ തന്നെ ആയിരുന്നു. CBI കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിനാൽ UGC നെറ്റ് റദ്ദാക്കുന്നതായി മന്ത്രാലയം ബുധനാഴ്ച രാത്രി വൈകി പ്രഖ്യാപിച്ചു. മെയ് 5 നടന്ന ദേശീയ യോഗ്യതാ പ്രവേശന പരീക്ഷയായ നീറ്റ് UGക്കെതിരായ ക്രമക്കേടുകളെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടെയാണിത്. പരീക്ഷ നടത്തിപ്പുകാരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NIA നിരോധിക്കണമെന്നും പേപ്പർ ചോർച്ചയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.